ഹലോ എവരിവൺ, വെൽക്കം ബാക്ക്. ഇറ്റ്സ് മീ സഹ്ല. ഇത് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ള ഒരു ചെറിയ വാട്ടർ ഫൗണ്ടെയിനാണ്. ഒരു ടേബിൾ ടോപ്പ് വാട്ടർ ഫൗണ്ടെയിൻ. ഇത് നമുക്ക് ടേബിളിലൊക്കെ വെക്കാം, അല്ലെങ്കിൽ ഇൻഡോറിൽ കോർട്ട്യാർഡ് ഉണ്ടെങ്കിൽ അവിടെയൊക്കെ സെറ്റ് ചെയ്ത് വെക്കാം, അല്ലെങ്കിൽ നമുക്ക് പ്ലാന്റ്സിൻ്റെ ഇടയിലൊക്കെ സെറ്റ് ചെയ്ത് വെക്കാം. എവിടെ വേണമെങ്കിലും അറേഞ്ച് ചെയ്ത് വെക്കാൻ പറ്റുന്ന ഒരു നല്ല നാച്ചുറൽ ലുക്ക് തരുന്ന ഒരു ഇൻഡോർ ഡെക്കോറാണ്. ഞാനിത് പെബിൾസൊക്കെ യൂസ് ചെയ്തിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഒരു ചട്ടിയിലാണ് ഇത് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഞാനിത് എങ്ങനെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് നോക്കാം. പല വലിപ്പത്തിലും ഷേപ്പിലും ഒക്കെയുള്ള കുറച്ച് പെബിൾസ് എടുത്തിട്ടുണ്ട്. ഇനി വേണ്ടത് ഇതുപോലെ എന്തെങ്കിലും ഒരു ചെറിയ പ്ലാസ്റ്റിക് ഷീറ്റാണ്. ഞാനിപ്പോൾ ഇതുപോലുള്ളൊരു മൂടിയിൽ നിന്ന് കട്ട് ചെയ്തെടുത്തതാണ്. എന്നിട്ട് ഇതിൻ്റെ സെൻറ്ററിൽ ഒരു ചെറിയ ഹോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ ഹോൾ ഇട്ട് കൊടുക്കുന്നത് നമുക്ക് ഇതിലൂടെ ഒരു ചെറിയ ഹോസ് ഇട്ട് കൊടുക്കാനുണ്ട് ലാസ്റ്റിൽ. അപ്പോൾ അതിന് വേണ്ടിയാണ് ഈ ഒരു ഹോൾ ഇട്ടിട്ടുള്ളത്. ഇനി പ്ലാസ്റ്റിക്കിൻ്റെ മുകളിൽ പെബിൾസ് ഒട്ടിച്ച് കൊടുക്കാം. ഞാൻ ഹോട്ട് ഗ്ലൂ ആണ് യൂസ് ചെയ്യുന്നത്. ഇതിന് പകരമായിട്ട് പഴയൊരു CD എടുത്താലും മതി. ആദ്യം ജസ്റ്റ് ഒന്നിങ്ങനെ അറേഞ്ച് ചെയ്ത് നോക്കിയിട്ട് മാച്ചായത് ഒട്ടിക്കുകയാണ്. നന്നായിട്ട് ഹോട്ട് ഗ്ലൂ വെച്ചിട്ട് ഒന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കണം. ഏറ്റവും താഴെ കുറച്ച് ഫ്ലാറ്റ് ആയിട്ടുള്ള പെബിൾസ് ഉണ്ടെങ്കിൽ അത് വെച്ച് കൊടുക്കുന്നതാണ് നല്ലത്. ഇനി അടുത്ത ലെയർ സ്റ്റോൺ വെക്കുമ്പോൾ താഴെയുള്ള 2 സ്റ്റോണിലും ഗ്ലൂ ആക്കുക. എന്നിട്ട് ഈ 2 സ്റ്റോണിലും വരുന്ന വിധത്തിലായിട്ട് വെച്ച് കൊടുക്കുക. ഇതുപോലെ നമുക്ക് എത്ര ഹൈറ്റിൽ വേണോ അതിനനുസരിച്ച് നമ്മൾ ഇങ്ങനെ ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് സ്റ്റോൺ വെച്ച് കൊടുത്താൽ മതി. ഞാൻ ആദ്യം 2 സ്റ്റോൺ എടുത്തിട്ട് ഈ ഹോട്ട് ഗ്ലൂ വെച്ചിട്ട് ഒന്ന് ഒട്ടിച്ച് നോക്കിയിരുന്നു. അപ്പോൾ നന്നായിട്ട് ഒട്ടുന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഹോട്ട് ഗ്ലൂ യൂസ് ചെയ്യുന്നത്. ഇനി നിങ്ങൾ ഒട്ടിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഒട്ടുന്നില്ല എന്ന് തോന്നുകയാണെങ്കിൽ ഈ ഹോട്ട് ഗ്ലൂവിന് പകരമായിട്ട് സിമെൻറ്റ് യൂസ് ചെയ്താൽ മതി. കുറച്ച് സിമെൻറ്റ് വെള്ളത്തിലൊന്ന് കുഴച്ചെടുത്തിട്ട് ഈ ഗ്ലൂ ആക്കുന്നതിന് പകരമായിട്ട് സിമെൻറ്റ് ആക്കി കൊടുക്കുക. എന്നിട്ടിങ്ങനെ മുകളിലായിട്ട് വെച്ച് കൊടുത്താൽ മതി. ഹൈറ്റ് കൂടുന്നതിനനുസരിച്ച് ഞാൻ നടുവിലുള്ള ഈ ഗ്യാപ്പ് ഇങ്ങനെ കുറച്ച് കൊണ്ടുവരുന്നുണ്ട്. നടുവിൽ നമുക്കൊരു പൈപ്പ് ഇടാനുള്ളതാണ്. അപ്പോൾ ഫുള്ളായിട്ട് ഫില്ല് ചെയ്യരുത്, അതിനുള്ളൊരു ഗ്യാപ്പ് ഇടണം. പിന്നെ എത്ര ഹൈറ്റ് വേണമെന്നും എങ്ങനെ ഷേപ്പ് വേണ്ടതെന്നൊക്കെ നിങ്ങൾക്കൊരു ഐഡിയ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതിനനുസരിച്ച് ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ ഇത്ര ഒരു ഹൈറ്റിലേ ചെയ്യുന്നുള്ളൂ. ഇവിടെ നിർത്തുകയാണ്. ഇതിൻ്റെ മുകളിൽ ഈ സെൻറ്ററിൽ കണ്ടില്ലേ, ഇവിടെ വലിയൊരു ഗ്യാപ്പൊന്നും ഇല്ലാതെ തന്നെ ഞാൻ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഏതെങ്കിലും ഒരു പോട്ടിൽ സെറ്റ് ചെയ്യണം. നിങ്ങളുടെ അടുത്ത് കാണാൻ ഭംഗിയുള്ള എന്തെങ്കിലും ഒരു പോട്ട് ഉണ്ടെങ്കിൽ അതെടുത്താൽ മതി. അതിന് സിമെൻറ്റിൻ്റേതായാലും പ്ലാസ്റ്റിക് ആയാലും ഗ്ലാസ് ബൗളായാലും ഒന്നും ഒരു കുഴപ്പമില്ല. ഏതെങ്കിലും ഒരു നല്ല കാണാൻ ഭംഗിയുള്ള ഒരു പോട്ട് എടുക്കുക. ഞാനിപ്പോൾ സെറ്റ് ചെയ്യുന്നത് ഈ ഒരു സിമെൻറ്റ് പോട്ടിലാണ്. ഈ പോട്ട് ഞാൻ തന്നെ ഉണ്ടാക്കിയതാണ്. ഇതിൻ്റെ വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല. യൂട്യൂബിൽ ഓൾറെഡി ഒരുപാട് വീഡിയോസ് ഉണ്ട് പോട്ട് ഉണ്ടാക്കുന്നതിൻ്റെ. നിങ്ങൾക്ക് ഇതുപോലൊരു പോട്ട് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ അതിലേതെങ്കിലും ഒരു വീഡിയോ നോക്കി ഉണ്ടാക്കിയാൽ മതി. ആക്ച്വലി ഞാനിത് ചെടി വെക്കാനായിട്ട് ഒരു ചട്ടി ഉണ്ടാക്കിയതായിരുന്നു. അപ്പോഴാണ് എനിക്ക് ഇങ്ങനെ ഒരു ഐഡിയ തോന്നിയത്. അപ്പോൾ പിന്നെ അതിൻ്റെ ഹോളൊക്കെ മാറ്റി ഡ്രെയിനേജ് ഹോളൊക്കെ ഞാൻ ഫില്ല് ചെയ്തിട്ട് സിമെൻറ്റ് ഇട്ട് ഫില്ല് ചെയ്ത് ഉള്ളിലും സിമെൻറ്റൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ ഒരു ചട്ടിയാക്കി മാറ്റിയതാണ്. ഇത് ഞാൻ ഒരു ആൻറ്റിക് ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ബ്ലാക്കും ഗോൾഡിനും കൂടെ മിക്സ് ചെയ്തിട്ട് ഇതിൽ പെയിൻറ്റ് ചെയ്തതാണ്. അപ്പോൾ ചില ഭാഗത്ത് കുറച്ച് ഗോൾഡ് കൂടുതലും ചില ഭാഗത്ത് ബ്ലാക്ക് കൂടുതലും അങ്ങനെയൊക്കെ ആയിട്ടാണ് ഈ ഒരു ചട്ടിയിലുള്ളത്. ഒരു റഫ് ലുക്കാണ് ഇതിന് കൊടുത്തിട്ടുള്ളത്. നമുക്കിതിൽ വെള്ളം ഒഴിക്കണം. അപ്പോൾ ലീക്ക് ഉണ്ടാവാൻ പാടില്ല എന്നുള്ള ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ ലീക്കൊന്നും ഇല്ലാത്ത ഒരു പാത്രം എന്തെങ്കിലും എടുക്കുക. ഇനി നമുക്കിതിൽ സെറ്റ് ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഇനി നമുക്ക് മെയിനായിട്ട് വേണ്ടത് ഇതുപോലൊരു ചെറിയ സബ്മേഴ്സിബിൾ പമ്പാണ്. ഇതാണ് ഇതിൻ്റെ ഔട്ട് വരുന്ന ഇതാണ്. ഇത് മുകളിലേക്ക് ആക്കിയിട്ട് വെക്കാൻ. അപ്പോൾ ഇതൊരു ചെറിയ സബ്മേഴ്സിബിൾ പമ്പാണ്. ഇനി ചെറിയൊരു പീസ് ഹോസ് വേണം. ഞാനൊരു ക്ലിയർ ഹോസാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇത് ഈ ഔട്ടിലേക്കൊന്ന് കണക്ട് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഒന്ന് ചൂടാക്കിയിട്ട് കണക്ട് ചെയ്യാം. ഇനി ഈ പൈപ്പിൻ്റെ ഈ ഒരറ്റം ഈ ഒരു ഹോളിലൂടെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് മുകളിലെത്തുമ്പോൾ അതിൻ്റെ എക്സസ് ആയിട്ട് വരുന്ന ഭാഗം കട്ട് ചെയ്ത് കളയണം. പുറത്തേക്ക് പൈപ്പ് വരേണ്ട ആവശ്യമില്ല, കറക്റ്റ് മുകളിൽ വരെ മതി. ഇനി ഇത് ഈ പാത്രത്തിലേക്ക് ഇറക്കി വെക്കാം. എന്നിട്ടിത് ബാലൻസ് ചെയ്ത് അവിടെ നിൽക്കാൻ വേണ്ടി കുറച്ച് കല്ലുകളൊക്കെ ഇതിൻ്റെ അടിയിൽ വെച്ച് കൊടുക്കുന്നുണ്ട്.
ഇനി ഒരു ഭംഗിക്ക് വേണ്ടി കുറച്ച് കല്ലുകൾ ഇതിലിങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഫില്ല് ചെയ്യുന്ന രീതിയിൽ ഫുള്ളായിട്ടും കല്ലുകൾ ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് ആർട്ടിഫിഷ്യൽ പ്ലാന്റ്സും വെക്കുന്നുണ്ട്. ലൈവ് പ്ലാന്റ്സ് ഉണ്ടെങ്കിൽ അതും വെക്കാം. ഇനി ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ കൂടുതൽ വെള്ളം ഒഴിച്ചാൽ കൂടുതൽ ഫോഴ്സിൽ വെള്ളം മുകളിലേക്ക് വരും. അതുകൊണ്ട് ഞാനൊരു മീഡിയം ലെവലിൽ വെള്ളം ഒഴിക്കുന്നുള്ളൂ. ഇപ്പം ഞാൻ പവർ ഓൺ ആക്കിയിട്ടുണ്ട്. എങ്ങനെയുണ്ട് നമ്മുടെ ഫൗണ്ടെയിൻ? ഉഷാറല്ലേ? ഇവിടെ ചെറിയൊരു ഗ്യാപ്പ് ഉണ്ട്. അപ്പോൾ ഞാനിവിടെ ഒരു ചെറിയ കല്ല് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെപ്പോഴെങ്കിലും ഉണങ്ങുന്ന സമയത്ത് ഒട്ടിച്ച് കൊടുക്കാം. ഇപ്പോൾ ജസ്റ്റ് ഇങ്ങനെ വെക്കുന്നേ ഉള്ളൂ. നിങ്ങളുടെ ഐഡിയക്ക് അനുസരിച്ച് നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ഇതിൽ വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്യാം. ഞാനിപ്പോൾ 2-3 ഷെല്ലും കൂടെ ഇതിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എൻ്റെ ഈ ഫൗണ്ടെയിൻ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. പിന്നെ ആദ്യമായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ഇനി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.